ലോകസുഖങ്ങളെ ത്യജിച്ചിടും ഞാൻ, സ്നേഹനാഥനെ അനുഗമിക്കും. ലോകസുഖങ്ങളെ ത്യജിച്ചിടും ഞാൻ, സ്നേഹനാഥനെ അനുഗമിക്കും. നിന്ദകൾ സഹിച്ചും ജീവനെ പകച്ചും പൊരുതുമെന്നായുസ്സല്ല. 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 എത്ര നല്ലവനേശുപരൻ, മിത്രമാണെനിക്കെന്നും അവൻ. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ TG മാത്യു കോന്നി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം ഇപ്പോൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ 20 എപ്പിസോഡുകളിലായിട്ട് വെളിപ്പാട് പുസ്തകം അതിൻ്റെ 1-ാം അധ്യായവും 2-ാം അധ്യായം 10 വരെയുള്ള വാക്യങ്ങളും നാം അല്പമായിട്ട് ചിന്തിക്കുകയുണ്ടായി. ഇന്ന് 2-ാം അധ്യായം 11-ാം വാക്യം വായിച്ച് അതിൽ നിന്നും ചില ആത്മീയ സത്യങ്ങൾ പങ്കുവെക്കുവാനാണ് കർത്താവിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നത്. ആ വാക്യം ഞാനൊന്ന് വായിക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് 2-ാം മരണത്തിൽ ദോഷം വരികയില്ല. കർത്താവായ യേശു ക്രിസ്തു ദൈവാത്മാവിനാൽ യോഹന്നാനോട് അരുളിച്ചെയ്യുകയും ദൈവാത്മാവ് നിറയപ്പെട്ടവനായിട്ട് യോഹന്നാൻ സഭകൾക്ക് ആ ദൂത് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ വെളിപ്പാട് പുസ്തകം 2-3 അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ ദൈവാത്മാവിന് ചില ഉപദേശങ്ങൾ അല്ലെ ചില ആലോചനകൾ ദൈവസഭയ്ക്ക് കൊടുക്കുവാനുണ്ട്. കാരണം സഭയെ നടത്തുന്നത്, ആലോചന പറഞ്ഞുകൊടുത്ത് നടത്തുന്നത് ദൈവാത്മാവാണ്. നമ്മളത് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ഇത് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ മരണത്തിന് മുമ്പ് പറഞ്ഞതായ വാക്കുകളാണ്. അപ്പോൾ പരിശുദ്ധാത്മാവാണ് ഈ ഭൂമിയിൽ സഭയെ നടത്തുന്നത് എന്നുള്ളത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തുമെന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. റോമാലേഖനം 8:14 നാം ഇങ്ങനെ വായിക്കുന്നു. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. അപ്പോൾ ദൈവാത്മാവ് നടത്തുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവവചനം അത് കേൾക്കുകയും അതനുസരിക്കുകയും അത് പ്രമാണിക്കുകയും ചെയ്യുന്നവരാണ് ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നത്. അപ്പോൾ അവരാണ് ദൈവത്തിൻ്റെ മക്കൾ. അപ്പോൾ അവരാണ് ദൈവാത്മാവിൻ്റെ ആലോചനയ്ക്ക് കീഴ്പ്പെട്ട് ഇരിക്കുന്നവർ എന്നുള്ളത് ദൈവവചനം ഇവിടെ ഓർപ്പിക്കുകയാണ്. അതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. കർത്താവ് പറയുകയാണ്, ദൈവാത്മാവിടെ പറയുകയാണ്, ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നുള്ളത്. അപ്പോൾ ദൈവാത്മാവ് കൊടുക്കുന്ന സന്ദേശം അത് ശ്രദ്ധയോടെ അത് കേൾക്കണം, അതനുസരിക്കണം, അത് പ്രമാണിക്കണം. ഇതാണ് ദൈവാത്മാവ് നമുക്ക് തരുന്ന ദൂത്. കാരണം ഇത് കേട്ട് മറന്നു പോകുന്നവരെ പോലെ അല്ല നാം ആയിരിക്കേണ്ടത് എന്നുള്ളത് ഇവിടെ ദൈവാത്മാവ് ഓർപ്പിക്കുക. അതുകൊണ്ടാണ് ചെവിയുള്ളവൻ കേൾക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ഉപദേശത്തിൻ്റെ ഒടുവിലായിട്ട് പല ഭാഗത്ത് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവനയാണ് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നുള്ളത്. അപ്പോൾ ആ നിലയിൽ
നാം വളരെ ശ്രദ്ധയോടെ ദൈവാത്മാവിന് കീഴ്പ്പെട്ട് ദൈവമക്കളായിരിക്കണം. അതാണ് ദൈവവചനം ഇവിടെ ഓർപ്പിക്കുന്നത്. 7 സഭകളോടും, പ്രത്യേകിച്ച് ആസയിലുള്ള 7 സഭകൾക്കും കൊടുത്തിരിക്കുന്ന ദൂതിൽ പ്രധാനമായിട്ടും അതിൻ്റെ ഒടുവിലായിട്ട് ഈ പ്രസ്താവന അവിടെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ദൈവമക്കൾ അത് ശ്രദ്ധയോടെ കരുതേണ്ടതാണ്. അതാണ് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത്. എന്നിട്ട് ഇവിടെ പറയുകയാണ്, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് രണ്ടാം മരണത്തിൽ ദോഷം വരികയില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആലോചന എന്ന് പറയുന്നത് ജയിക്കുന്നവന് രണ്ടാം മരണത്തിൽ ദോഷം വരികയില്ല. ആരാണ് ജയിക്കുന്നവൻ? യോഹന്നാൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 4-5 വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? ഈ വാക്യം വളരെ സ്പഷ്ടമാണ്. ഏതൊരു വ്യക്തിക്കും അത് മനസ്സിലാകും. ഇവിടെ പറയുകയാണ്, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതൽ, അവർ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്. അവരുടെ പേര് ദൈവമക്കളെന്നാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1:12-13 ചേർത്ത് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ് ദൈവത്തിൻ്റെ മക്കൾ. അവരാണ് ലോകത്തെ ജയിക്കുന്നവർ എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ 1 കൊരിന്ത്യർ 15:56-57 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഹേ മരണമേ, നിൻ്റെ ജയം എവിടെ? ഹേ മരണമേ, നിൻ്റെ വിഷമുള്ളവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്നിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് ഇവിടെ കാണുവാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് അവൻ്റെ ആ രക്ഷയുടെ ആ ഉറപ്പ്, അല്ലെ രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് അവൻ ലോകത്തെ ജയിച്ചവനാണ്. കാരണം അവൻ ഇവിടെ വായിക്കുകയാണ്: ഹേ മരണമേ, നിൻ്റെ ജയം എവിടെ? മരണത്തിന് അവനെ കീഴ്പ്പെടുത്താൻ കഴിയുകയില്ല. കാരണം എന്താണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ മരണം താൻ തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് മരണത്തെയും പാതാളത്തെയും ജയിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മുടെ കർത്താവ് മരണത്തിന്മേൽ ജയോത്സവം കൊണ്ടാടിയവനാണ്. അപ്പോൾ ആ നിലയിൽ നമ്മളും ജയിക്കുന്നവരാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തു യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ ഇപ്രകാരം നമ്മൾ പല പ്രാവശ്യവും ഓർത്തതാണ്: നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവമക്കളെ സംബന്ധിച്ച് ഈ ലോകത്തിൽ കഷ്ടമുണ്ട്, എന്നാൽ നമുക്കുള്ള ധൈര്യം നമ്മുടെ കർത്താവ് ലോകത്തെ ജയിച്ചവനാണ്. ഇവിടെ പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പോൾ രണ്ടാം മരണത്തിൽ അങ്ങനെയുള്ളവർക്ക് ദോഷം വരികയില്ല എന്നുള്ളതാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. അവരാണ് ലോകത്തെ ജയിച്ചവർ എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ എന്താണ് രണ്ടാം മരണം എന്ന് പറഞ്ഞിരിക്കുന്നത്? വെളിപ്പാട് പുസ്തകം 20:6 നാം ഇങ്ങനെ വായിക്കുന്നു: മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു, ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായിട്ട് സ്വീകരിക്കാത്ത ഏതൊരു വ്യക്തിയും ആ യാതനാസ്ഥലമാകുന്ന ആ മരണത്തിൻ്റെ അവസ്ഥയിലേക്ക് അവർ ആയിരിക്കുകയാണ്. അവർ നിത്യനരകത്തിൻ്റെ അവകാശികളായിട്ട് തീർന്നിരിക്കുകയാണ്. നമുക്കറിയാം, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ആ ധനവാന്റെയും ലാസറിൻ്റെയും ചരിത്രം അവിടെ കർത്താവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അവൻ പറയുകയാണ്, ഞാൻ ഈ യാതനാസ്ഥലത്ത് കിടന്നുകൊണ്ട് വേദന അനുഭവിക്കുന്നു എന്നാണ് അബ്രഹാം പിതാവിനോട് വിളിച്ച് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഇത് രണ്ടാമത്തെ മരണം എന്നുള്ളതാണ് ദൈവവചനം ഓർപ്പിക്കുന്നത്.
എന്നിട്ട് അതിൻ്റെ 14-15 വെളിപ്പാട് പുസ്തകം 20-14-15 നമ്മൾ വായിക്കുന്നത്, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യിൽ തള്ളിയിടും. അപ്പോൾ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അപ്പോൾ ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. രക്ഷിക്കപ്പെടാത്ത അഥവാ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വാസത്താൽ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കാത്ത ഏതൊരു വ്യക്തിയും ഈ രണ്ടാം മരണത്തിൽ ദോഷം സംഭവിക്കും. അഥവാ നിത്യനരകമെന്ന ശിക്ഷാവിധിയിലേക്ക് അവർ തള്ളപ്പെടും എന്നുള്ളതാണ് ദൈവവചനം ഓർപ്പിക്കുകയാണ്. അവരാണ് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവർ. അവരെയാണ് തീപ്പൊയ്കയിൽ തള്ളിയിടുന്നത്. അപ്പോൾ രക്ഷിക്കപ്പെടാത്ത ഏതൊരു വ്യക്തിയും തീയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്കയിൽ തള്ളപ്പെടും. ഇത് രണ്ടാമത്തെ മരണം എന്നുള്ളതാണ് ദൈവവചനം ഓർപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് ആയിട്ട് ഇരിക്കുന്നു. കാരണം ദൈവവചനമാണ്. അത് ഫോഷ്ക്ക് പറയുന്നതല്ല, അത് സത്യമാണ്. അതാണ് നമ്മെ ഓർപ്പിക്കുന്നത്. ഞാൻ താഴ്മയോടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ പ്രഭാഷണം കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് വരെ കർത്താവായ യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കാത്തവരാണെങ്കിൽ, ഇന്ന് നിങ്ങൾ യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് പാപമോചനം പ്രാപിച്ച് നിത്യജീവന് അവകാശിയായിത്തീരണം. അവരാണ് ലോകത്തെ ജയിക്കുന്നവർ. അവർക്കാണ് രണ്ടാം മരണത്തിൽ ദോഷം സംഭവിക്കാത്തത്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം കേട്ടിട്ടും അതിനെ അവഗണിച്ച് കളയുന്ന ഏതൊരു വ്യക്തിയും അവർ തീയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്കയാകുന്ന ഈ രണ്ടാം മരണത്തിൽ അവർക്ക് ദോഷം സംഭവിക്കും എന്നുള്ളതാണ് ദൈവവചനം ഓർപ്പിക്കുന്നത്. ആ നിലയിൽ നമുക്ക് ഇടവരാതിരിക്കട്ടെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആ നിലയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സന്ദേശം ചുരുക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.